and welcome back to our channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ കുറച്ച് സമ്മർ ബ്യൂട്ടി എസെൻഷ്യൽ പ്രോഡക്ട്സ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹ്യൂജ് ഗിവ് അവേ നടത്തുന്നുണ്ട്. 10 വിന്നേഴ്സിന് 5000 വർത്ത് ഉള്ള പ്രോഡക്ട്സ് ആയിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ അപ്പോൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടാറ്റ ക്ലിക്ക് പാലറ്റും അതുപോലെ യൂട്യൂബ് ഇന്ത്യ ആയിട്ടുള്ള ഒരു കൊലാബറേഷൻ ആണ്. ഇന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും തന്നെ ടാറ്റ ക്ലിക്ക് പാലറ്റ് ആപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഞാൻ ഇവിടെ കാണുന്ന പ്രോഡക്റ്റ് ടാഗിൽ ടാഗ് ചെയ്തിട്ടുണ്ടാകും. നമുക്കിപ്പോൾ യൂട്യൂബിൽ പുതിയതായിട്ട് ഒരു പ്രോഡക്റ്റ് ടാഗ് വന്നിട്ടില്ല ഈ സൈഡിൽ, അതിൽ നമുക്ക് ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ടാറ്റ ക്ലിക്ക് പാലറ്റ് ആപ്പിനെ കുറിച്ചിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാണ്. ഇതെന്നുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടി ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. നമുക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് 1000+ ബ്രാൻഡ്സ് എന്നുള്ള ഒതന്റിക് ബ്യൂട്ടി പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ആപ്പ് എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇവർ നമ്മുടെ സ്കിൻ ടൈപ്പ്, ഹെയർ ടൈപ്പ്, സ്കിൻ കൺസേൺ, ഹെയർ കൺസേൺ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അതിനുശേഷമാണ് നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസ് ആയിരിക്കും വരുന്നത്. അത് മാത്രമല്ല ഈ ഒരു ആപ്പിൽ ഡിഫറെൻറ്റ് കണ്ടൻസ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തെന്ന് വയ്ക്കുക. ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുള്ള വീഡിയോസ്, പോസ്റ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയൊരു റിവ്യൂ പോലെ കണ്ടുകൊണ്ട് നമുക്കത് വേണോ വേണ്ടയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ലേ? നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ അത് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനും നിങ്ങളും ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 പേർക്കും കിട്ടുന്ന ഫീഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആയിരിക്കും പ്രോഡക്റ്റിൻ്റെ. കാരണം എൻ്റെ ഒരു ആക്നി പ്രോൺ സ്കിന്നാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും അവർ കാണിക്കണേ. നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിന്നാണെങ്കിൽ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ്, ഇപ്പോൾ ഹെയർ ടൈപ്പ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീഡ്സ് ആയിരിക്കും. സോ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. വളരെ ഒരു വ്യത്യാസമുള്ള ഒരു രസമുള്ള ഒരു ആപ്പാണ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. സോ അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു സീറോ ആണ്. ഇത് ഗാർണിയറിൻ്റെ ബ്രൈറ്റ് കംപ്ലീറ്റ് 30x വിറ്റമിൻ സി ആണ്. ഇപ്പോൾ സമ്മർ സീസൺ ആണ്. നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ എത്രയൊക്കെ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്കിന്ന് ടാൻ ആവാനും അതുപോലെ ഡൾ ആവാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യാന്നുള്ളതാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് സീറോ ആണിത്. ഇത് നമ്മുടെ സ്കിന്നിന് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ തരാനായിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവർ ക്ലെയിം ചെയ്യുന്നത് 3 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്കൊരു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു മിൽക്കി വൈറ്റ് കളറിലാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഉള്ളത്. ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ നോൺ സ്റ്റിക്കി ആണ്, ക്വിക്ലി നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആകും. പിന്നെ നിങ്ങൾ എപ്പോഴൊക്കെ വിറ്റമിൻ സി യൂസ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നല്ലൊരു SPF യൂസ് ചെയ്യാനായിട്ട്. അത് മറക്കരുത്, SPF യൂസ് ചെയ്തിട്ട് വേണം വെളിയിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത വന്നിട്ടൊരു മോയ്സ്ചറൈസർ ആണ്. ഇത് ഡോട്ട്&കീയുടെ വിറ്റമിൻ C+E സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ആണ്. ഇതും ഈ ഒരു സമ്മർ സീസണിൽ വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡൾനെസ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട്, അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് 3 ടൈപ്പ് ഓഫ് വിറ്റമിൻ സി ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷനും അതുപോലെ ഡാർക്ക് സ്പോട്ട്സിനും ഒക്കെ ഈസിലി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ഒരു ടെക്സ്ചർ വന്നിട്ട് ശരിക്കും ഒരു ജെല്ലി ടെക്സ്ചർ ആട്ടോ. ഇങ്ങനെ കുളു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആടുന്ന പോലത്തെ ഒരു ജെല്ലി ടെക്സ്ചറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. സോ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇനി അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഫേസ് വാഷ് ആണ്. ഇത് നിവിയയുടെ മിൽക്ക് ഡിലൈറ്റ് ഫേസ് വാഷ് ആണ്, സാഫ്രോൺ എന്നുള്ളത്. ഇതിനകത്തുള്ള സാഫ്രോൺ നമ്മുടെ സ്കിന്നിനൊന്ന് ഗ്ലോ ആക്കാനും അതുപോലെ ഒരു ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആണ് കേട്ടോ. നമുക്ക് ഒരുപാട് അങ്ങനെ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ഔട്ട് ആക്കാതെ നമ്മുടെ സ്കിന്നെ ക്ലീൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നന്നായിട്ട് വിയർക്കും. അതുപോലെ വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ വിയർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഫുള്ള് പൊടിയും അതുപോലെ പൊല്യൂഷനും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ജെന്റ്ലി റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ആ ഒരു റിഫ്രഷ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് ക്ലെൻസർ ആണിത്. ഇനി നമുക്ക് നമ്മുടെ ഗിവ് അവേനെ കുറിച്ച് സംസാരിക്കാമല്ലേ? നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഗിവ് അവേയിൽ നമ്മൾ 10 വിന്നേഴ്സിനെ ആയിരിക്കും കേട്ടോ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും 5000 രൂപയുടെ പ്രോഡക്ട്സ് ആയിരിക്കും തരുന്നത്. ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടില്ല ഇത്രയും പ്രോഡക്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോണത്. ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 പേരുള്ളതുകൊണ്ട് നമ്മൾ 10 പേരെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഫസ്റ്റത്തെ 5 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ എന്തോരം എൻഗേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അതായത് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, അതുപോലെ കമൻറ്റ്സ് ഇടുന്നുണ്ടോ, അതൊക്കെ നോക്കിയിട്ട് അത്രയും കമൻസും ലൈക്കും ഇന്ററാക്ഷൻ കൂടുതൽ ചെയ്യുന്നവരാരാണോ അവരിൽ നിന്നാണ് നമ്മൾ 5 പേരെ സെലക്ട് ചെയ്യുക. ഇനി ബാക്കിയുള്ള 5 പേരെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോണത് ഈ ഒരു ടാറ്റ ക്ലിക്ക് പാലറ്റ് ആപ്പിൽ നിങ്ങൾ എന്തോരം പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയിട്ട്. അതായത് ഇപ്പോൾ ഒരു 7 ഡേയ്സിനുള്ളിൽ 7 ഡേയ്സ് ആണ് കേട്ടുള്ളത്. ഈ ഒരു 7 ഡേ ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ആ 7 ഡേയ്സിനുള്ളിൽ ഇപ്പോഴാണെങ്കിൽ എന്തൊരു ഓഫർ നടക്കുന്നുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്തോരം പർച്ചേസ് ചെയ്യുന്നുണ്ടോ കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഗിവ് അവേ റൂൾസ്. എല്ലാവരും
പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. നിങ്ങൾ മാക്സിമം എൻഗേജ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ ഈ വീഡിയോക്ക്. നമുക്കിനി നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് വന്നിട്ട് ഒരു നൈറ്റ് ക്രീമാണ്. ഇത് ലോറിയൽ പാരിസിന്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് ഗ്ലോയിങ് ക്രീം നൈറ്റ് ആണ്. ഇതിന്റെ ഒരു ടെക്സ്ചർ വന്നിട്ട് ഒരു ജെല്ലി ടെക്സ്ചർ ആണ് കേട്ടോ. പിന്നെ മണം അടിപൊളിയായിട്ടുള്ള മണമാണ്. ഒരു ഭയങ്കര ലക്ഷറിയസ് അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു മണമാണ് ഇതിനുള്ളത്. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ സ്കിന്നിനൊന്ന് ബ്രൈറ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്തുള്ളത് സ്മോളസ്റ്റ് ഏജ് ആണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിലോട്ട് ഡീപ്ലി പെനട്രേറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പെനട്രേറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് റിജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ സെൽസ് ഒന്ന് റിജുവിനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ആക്കുക, അതുപോലെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കുക, ഡൾനെസ് കുറയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡിന് പറ്റും. ഇത് പിന്നെ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാനായിട്ട് സേഫ് ആണ് കേട്ടോ, കാരണം വളരെ മൈൽഡസ്റ്റ് ഫോമിലാണ് ഇതുള്ളത്. ഇനി അടുത്തത് വന്നിട്ട് ഒരു ഹെയർ ഗ്രോത്ത് ഹെയർ ഓയിൽ ആണ്. ഇത് മാമാഅർത്തിന്റെ ഒണിയൻ ഹെയർ ഓയിൽ ആണ് കേട്ടോ. ഇത് നിങ്ങളിൽ കുറേ പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, കാരണം എനിക്ക് ഒത്തിരി കമന്റ് സെക്ഷനിലൊക്കെ കമന്റ് വരാറുണ്ട്, ഈ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് നല്ലതാണ്, ഇതിന്റെ റിവ്യൂ ചെയ്യാമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കമന്റ് വരാറുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഒണിയൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒണിയൻ ഓയിൽ എന്തോരം നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഒണിയൻ ഓയിലിനകത്ത് സൾഫർ, പൊട്ടാസ്യം, അതുപോലെ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾക്ക് ഹെയർ ഫോൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങളുടെ ഹെയർ ട്രീറ്റഡ് ഹെയർ ആണ്, കളേർഡ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ യൂസ് ചെയ്യണതിന് ഒരു പ്രശ്നമില്ല. അത് മാത്രമല്ല ഇത് സിലിക്കോൺ, പാരബൻ, മിനറൽ ഓയിൽ ഒക്കെ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റും കൂടിയാണ്. ഇനി അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഒരു കണ്ടീഷണർ ആണ്. ഇത് Toni&Guyന്റെ ഡാമേജ് റിപ്പയർ കണ്ടീഷണർ ആണ്, ഫൈബർ സ്ട്രെങ്തനിങ് സിസ്റ്റം. ഇതിനകത്ത് ഇവർ ഫൈബർ ആക്റ്റീവ് ടെക്നോളജി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇനി അടുത്ത വന്നിട്ട് ഒരു ബോഡി ലോഷൻ ആണ്. ഇത് ബയോട്ടിക്കിന്റെ ക്രീമി കോക്കനട്ട് ഡീപ് നറിഷിംഗ് ബോഡി ലോഷൻ ആണ്. ഇതിനകത്ത് ആന്റി ഓക്സിഡൻസ്, ഇലക്ട്രോലൈറ്റ്സ്, അതുപോലെ നാച്ചുറൽ ഫാറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഫ്ലേക്കി ആയിട്ടിരിക്കുകയാണ്, ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കയ്യിൽ ഇങ്ങനെ വരയുമ്പോഴേക്കും ഇങ്ങനെ വരയൊക്കെ വീഴുന്ന പോലത്തെ സ്കിന്നാണ് നിങ്ങളുടേന്നുണ്ടെങ്കിൽ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും ഹൈഡ്രേറ്റ് ആക്കി വെക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ഫ്രാഗ്രൻസ് വന്നിട്ട് ഒരു ഭയങ്കര ഒരു സ്വീറ്റ് കൈൻഡ് ഓഫ് ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നൊക്കെയാണ്, നിങ്ങൾക്ക് ബോഡി ലോഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത വന്നിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ ആണ്. ഇത് ലാക്മേയുടെ 9-to-5 പ്രൈമർ പ്ലസ് മാറ്റ് ഫൗണ്ടേഷൻ ആണ്. പിന്നെ ഈ ഒരു ഫൗണ്ടേഷനകത്ത് പ്രൈമറും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് പ്രൈമർ യൂസ് ചെയ്യാണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. അതേപോലെ ക്ലീൻ ആൻഡ് ആ ഒരു നാച്ചുറൽ ആ ഒരു സാറ്റിൻ ഫിനിഷ് കിട്ടുന്നതാണ്. ഇതിനകത്തുള്ള എൻ്റെ ഷെയ്ഡ് വാം ബേജ് ആണ്. ഞാൻ ഇതിൻ്റെ 1-2 ഷെയ്ഡ് വേറെ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് കുറച്ച് ഡാർക്ക് ആയിട്ട് ഫീൽ ചെയ്യായിരുന്നു. പക്ഷേ ഈ ഷെയ്ഡ് നല്ലതാട്ടോ. ഇത് ഞാൻ ഇട്ടപ്പോൾ ഇത്രയും കൂടി ബ്രൈറ്റ് ആയിരുന്നു, ഇപ്പം ഇത്തിരി ഡിമായിട്ടുണ്ട്. എനിക്ക് എല്ലാ ഫൗണ്ടേഷൻ ഓക്സിഡൈസ് ആവാറുണ്ട്, പക്ഷെ എന്നാൽ പോലും ഈ ഒരു സ്കിൻ ടോൺ മാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വാം ബീജ്. ഇനി ഇതിൻ്റെ വെച്ചിട്ട് എനിക്ക് ബാക്കി ഫൗണ്ടേഷൻസ് നോക്കണം. അത്യാവശ്യം നന്നായിട്ട് എനിക്ക് മാച്ച് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഒരു യെല്ലോ അണ്ടർടോൺ ഉള്ള ഒരു ഫൗണ്ടേഷനാണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആട്ടോ. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ വന്നിട്ട് ഇതേപോലുള്ള ഒരു ആപ്ലിക്കേറ്റർ ആണ്. നോർമൽ ആപ്ലിക്കേറ്റർ അല്ല, ഇതേപോലത്തെ ഒരു ആപ്ലിക്കേറ്റർ ആണ്. ഇത് യൂസ് ചെയ്യുമ്പോഴേക്ക് സാധാരണ ഫൗണ്ടേഷൻസ് ഓക്സിഡൈസ് ആവണം അത്രയും എനിക്ക് ഓക്സിഡൈസ് ആവണ പോലെ ഫീൽ ചെയ്യാറില്ല. അതുപോലെ അത്യാവശ്യം കവറേജ് ഉണ്ട്, നല്ലൊരു സാറ്റിൻ ഫിനിഷ് ആണ് ഇത് യൂസ് ചെയ്യുമ്പോഴേക്കും കിട്ടുന്നത്. ഇനി അടുത്ത വന്നിട്ടൊരു ഐലൈനർ ആണ്. നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഐലൈനർ ആണ്. ഇത് Maybellineന്റെ Colossal ലൈനർ ആണ്. ഇതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേറ്റർ ആണ് കേട്ടോ. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ ഭയങ്കര രസമുള്ള നമുക്കിങ്ങനെ ഈസി ആയിട്ട് വിങ്സ് ഒക്കെ ഇടാൻ പറ്റും. ഞാൻ ഇന്ന് ഇത് വെച്ചിട്ടാണ് കേട്ടോ ഐലൈനർ ഇട്ടിട്ടുള്ള. അങ്ങനെ വിങ്സ് ഒക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു ആപ്ലിക്കേറ്റർ ആണ് ഇതിനുള്ളത്. പിന്നെ ഇത് 1 സ്ട്രോക്കിൽ തന്നെ ആ ഒരു ജെറ്റ് ബ്ലാക്ക് കളർ നമുക്ക് കിട്ടും. നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ളതാണ്. പിന്നെ നല്ല ലോങ് ലാസ്റ്റിംഗും ആണ് കേട്ടോ. നിങ്ങളിങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകി കളയണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോകത്തില്ല. അത്യാവശ്യം നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള, ഇങ്ങനെ ഉരച്ചിട്ടുണ്ടെങ്കിൽ പോകും, അല്ലാതെ ഇത് പോകത്തില്ല. ഇനി അടുത്ത വന്നിട്ട് ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതിപ്പോൾ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് കളർബാറിന്റെ Powerkiss വീഗൻ മാറ്റ് ലിപ് കളർ ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഗ്ലാമ്പിംഗ് 010 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ആണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ളത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് നല്ലൊരു ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡ് ആണ്. ഇതിന്റെ ആപ്ലിക്കേറ്റർ വന്നിട്ട് ഇതേപോലെയുള്ള ആപ്ലിക്കേറ്റർ ആണ്. പിന്നെ ഇത് സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ്. ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടുന്നത് റിമൂവ് ചെയ്യാനായിട്ട്. നല്ല ഓയിൽ ബേസ്ഡ് ക്ലെൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം റിമൂവ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു ഹോൾ ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സൂപ്പർ സാധനമാണ്. ഞാൻ സാധാരണ അങ്ങനെ ലോങ് ഡേക്ക് വേണ്ടിയിട്ടൊക്കെ Maybellineന്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി അടുത്ത എൻ്റെ നെക്സ്റ്റ് ഫേവറേറ്റ് ഇതാണ്. ഇത് നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല രസമായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. നമ്മുടെ നല്ലൊരു രസമായിട്ടുള്ളൊരു കളറുമാണ്. അല്ലെങ്കിൽ ഒരു ഡെയിലി ബേസിസിലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു നല്ലൊരു കളറും കൂടിയാണ്. ഇനി നെക്സ്റ്റ് ഒരു ക്രീം ബ്ലഷ് ആണ്. ഇത് LA ഗേളിൻ്റെ സോഫ്റ്റ് മാറ്റ് ക്രീം ബ്ലഷ് ആണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ഗ്രേസ് എന്നുള്ള ഷെയ്ഡാണ്. നല്ല സട്ടിൽഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ട് നമുക്കൊരു ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു ബ്ലഷ് ഇട്ടിരിക്കണു എന്നുള്ളൊരു ബ്ലഷ് അല്ല, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലഷ് അല്ല, ഒരു
സട്ടിൽഡ് ആയിട്ടുള്ള ഒരു ഗ്ലോ കാണുള്ളത്. ഭയങ്കരമായിട്ട് എടുത്തറിയിക്കണ ഒരു കളറല്ല ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ഒരു കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ ബാക്കി നോക്കിയതിനകത്ത് ഗ്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂഡ്, എനിക്ക് എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള കളറാട്ടോ. നമുക്ക് ഭയങ്കര രസമുള്ള ഒരു രസമുള്ളൊരു അടിപൊളിയായിട്ടുള്ള ഒരു കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ളത് ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇപ്പോഴാണെങ്കിൽ ലിപ് ഗ്ലോസിൻ്റെ ഒരു ട്രെൻഡിങ് സമയമാണ്. എല്ലാവരും ലിപ് ഗ്ലോസ് യൂസ് ചെയ്യുന്ന ഒരു ടൈമല്ലേ. ഇത് കീറോ ബ്യൂട്ടിയുടെ ലിപ് ലാക്കറൈസ് ആണ് കേട്ടോ. ഓക്കെ, ലിപ് ഗ്ലോസ് എന്നും പറയാം കേട്ടോ. ലാക്കറൈസ് അങ്ങനെ എന്തോ ആയിരുന്നു ഇതിൻ്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതിനകത്ത് അങ്ങും എഴുതിയിട്ടില്ല. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റോസ് വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ഭയങ്കര ഒരു കണ്ട ഒരു റോസി ഒരു ന്യൂഡ് എന്ന് പറയാൻ പറ്റും. നിങ്ങൾ ഡസ്കി ഡീപ്പ് സ്കിൻ ടോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രസമായിട്ട് ചേരണതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗ്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര നമുക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടണ പോലത്തെ ഒരു ഗ്ലോസ് അല്ല, നല്ല രസമുള്ള ഒരു ഗ്ലോസ് ആട്ടോ. നമുക്ക് ചുണ്ടിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നാച്ചുറൽ പോലത്തെ അങ്ങനെ ഫീൽ ചെയ്യിക്കണ പോലത്തെ ഒരു ഗ്ലോസ്. സാധാരണ എനിക്ക് ഗ്ലോസ് ഇടാൻ തീരെ താല്പര്യമില്ലാത്തതാണ്, പക്ഷേ ഈ ഗ്ലോസ് എനിക്കിഷ്ടമാണ്. നല്ലൊരു രസമായിട്ടുള്ള ഒരു ഗ്ലോസ് ആണ്. ഇതിനകത്ത് 5 കൈൻഡ് ഓഫ് ബട്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല പിഗ്മെൻറ്റഡ് ആണ്. നമുക്കിങ്ങനെ ഇടുമ്പോൾ തന്നെ ആ ഒരു പിഗ്മെൻറ്റേഷൻ ഫീൽ ചെയ്യും. അതുപോലെ നമ്മുടെ ലിപ്സ് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കും. ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടൊന്നും ഉണ്ടാവില്ല, ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടാവും. പിന്നെ ഇത് നമ്മൾ ലിപ്സിൽ ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ലിപ്സിന് ഒരു പ്ലംഡ് എഫക്റ്റ് ഉണ്ടാവും. ആ ഒരു ഗ്ലോസിൻ്റെ ആ ഒരു ഇങ്ങനെ ഒരു നിങ്ങൾക്ക് അങ്ങനത്തെ ലിപ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലംഡ് കൈൻഡ് ഓഫ് ഒരു ലിപ്സ് ആയിരിക്കും ഇതിട്ട് കഴിയുമ്പോഴേക്കും കിട്ടുന്നത്. പിന്നെ ഇത് പാരബൻ ഫ്രീ ആണ്, ക്രുവാലിറ്റി ഫ്രീ ആണ്, അതുപോലെ തന്നെ വീഗനും ആണ്. സോ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റത്തെ പ്രോഡക്റ്റ്. ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എൻഗേജ് ചെയ്യാനായിട്ട് നോക്കുക. കമൻസിലൂടെയും ലൈക്കിലൂടെയും അതുപോലെ ഷെയർസിലൂടെയൊക്കെ. അപ്പോൾ നിങ്ങൾ ഇന്ന് സെലക്ട് ചെയ്യുന്ന 5 പേർക്ക് ഗിഫ്റ്റ് കിട്ടുന്നതാണ്. സോ അപ്പോൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും തന്നെ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു പ്രോഡക്റ്റ് ടാഗിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ഈ ഒരു ടാറ്റ ക്ലിക്കിൻ്റെ ബ്യൂട്ടി ആപ്പ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട. നല്ലൊരു രസമുള്ള നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തരുന്ന ഒരു ആപ്പാണ് നിങ്ങളുടെ പെർഫെക്റ്റ് ബ്യൂട്ടി മാച്ച് കണ്ടുപിടിക്കാനായിട്ട്. സോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ, സീ യു, ടേക്ക് കെയർ.